അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ്യ ബഅദ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നാമമാണ് അൽ ഫത്താഹ് എന്നുള്ള നാമം. ധാരാളം അർത്ഥതലങ്ങളുള്ള ഒരു നാമമാണ് അൽ ഫത്താഹ് എന്നുള്ളത്. ഈ നാമത്തിൻ്റെ അർത്ഥം തുറന്നു കൊടുക്കുന്നവൻ, അല്ലെങ്കിൽ വിജയം നൽകുന്നവൻ, തീർപ്പ് കൽപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. അതുപോലെ തന്നെ മഹാവിധികർത്താവ്, ശരിയും തെറ്റും വേർതിരിച്ച് കൃത്യമായി വിധി കൽപ്പിക്കുന്നവൻ എന്നൊക്കെ അൽ ഫത്താഹ് എന്ന പദത്തിന് അർത്ഥം കൽപ്പിക്കുന്ന ഒരു പദമാണ്. വിജയം പ്രദാനം ചെയ്യുന്നവൻ, അഥവാ പ്രവാചകന്മാർക്കും സത്യവിശ്വാസികൾക്കും ശത്രുക്കൾക്കെതിരെ വിജയത്തിൻ്റെ വഴികൾ എളുപ്പമാക്കി കൊടുക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അൽ ഫത്താഹ് എന്ന അള്ളാഹുവിൻ്റെ നാമം വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിൽ മാത്രം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം, അഥവാ സൂറത്തുൽ സബയിൽ മാത്രമേ ആ നാമം വന്നിട്ടുള്ളൂ. സൂറത്തു സബയിലെ 34-ാമത്തെ അധ്യായമായ സൂറത്തു സബ 34-ാമത്തെ അധ്യായം 26-ാമത്തെ വചനത്തിലാണ് ഈ നാമം വന്നിട്ടുള്ളത്. ആ ആയത്ത് ഇപ്രകാരമാണ്: കുൽ യജ്മഉ ബൈനന റബ്ബുന സുമ്മ യഫ്തഹു ബൈനന ബിൽ ഹഖി വഹുവൽ ഫത്താഹുൽ അലീം. കുൽ പറയുക പ്രവാചകരെ, യജ്മഉ ബൈനന റബ്ബുന, നമ്മുടെ രക്ഷിതാവ് നമ്മെ തമ്മിൽ ഒരുമിച്ച് കൂട്ടുകയും, സുമ്മ യഫ്തഹു ബൈനന ബിൽ ഹഖ്, അനന്തരം നമുക്കിടയിൽ അവൻ സത്യപ്രകാരം തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നതാണ്. വഹുവൽ ഫത്താഹുൽ അലീം, അവൻ സർവജ്ഞാനിയായ തീർപ്പുകാരനത്രേ. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തീർപ്പ് കൽപ്പിക്കുന്നവനാണ് എന്ന അർത്ഥത്തിൽ ആ നാമം സൂറത്തു സബയിലെ 26-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ അർത്ഥമുള്ള മറ്റൊരായത്ത് കൂടി നമുക്ക് കാണാം. എന്നാൽ ഈ ആയത്തിൽ അൽ ഫത്താഹ് എന്നതിനു പകരം അതിൻ്റെ മറ്റൊരു രൂപമായ അൽ ഫാത്തിഹ് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അത് സൂറത്തുൽ ആറാഫിലെ 89-ാമത്തെ വചനമാണ്. മഹാനായ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയായിക്കൊണ്ട് അവിടെ പറയുന്നത്: റബ്ബന ഫ്തഹ് ബൈനന വബൈന ഖൗമിന ബിൽ ഹഖി വ അൻത ഖൈറുൽ ഫാത്തിഹീൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ ജനങ്ങൾക്കുമിടയിൽ നീ സത്യപ്രകാരം തീർപ്പാക്കണമേ, തീർച്ചയായും നീ തീർപ്പ് കൽപ്പിക്കുന്നവരിൽ ഉത്തമനത്രേ. അപ്പം അതായത് അന്ത്യനാളിൽ അടിമകൾക്കിടയിൽ ന്യായവിധി നാളിൽ നടപ്പിലാക്കുന്നവൻ, തീർപ്പ് കൽപ്പിക്കുന്നവൻ, ന്യായവിധി തീർപ്പ് കൽപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ വിജയം നൽകുന്നവൻ എന്ന അർത്ഥവും അൽ ഫത്താഹ് എന്ന പദത്തിന് നൽകപ്പെടാറുണ്ട്. ഫത്ഹ് എന്ന വാക്കിന് വിജയം എന്ന അർത്ഥമാണുള്ളത്. അള്ളാഹുവാണ് വിജയം നൽകുന്നവൻ. ചില ഖുർആനിക വചനങ്ങളിൽ ഇങ്ങനെ ഇപ്രകാരം നമുക്ക് കാണാം. ഖുർആനിലെ 48-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൽ ഫത്ഹ് എന്നുള്ളതാണ്. ആ സൂറത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇന്ന ഫതഹ്നാ ലക ഫത്ഹം മുബീന, തീർച്ചയായും നിനക്ക് നാം പ്രത്യക്ഷമായ ഒരു വിജയം നൽകിയിരിക്കുന്നു. മറ്റൊരായത്തിൽ പറയുന്നത് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നു കിട്ടിയാൽ. അതുപോലെ തന്നെ മാർഗം തുറക്കുന്നവൻ, മാർഗം തുറന്നു നൽകുന്നവൻ എന്ന അർത്ഥവും ഈ പദത്തിന് നൽകാവുന്നതാണ്. ഫത്ഹ് എന്ന വാക്കിന് തുറക്കുക എന്ന അർത്ഥമുണ്ട്. ഇതിൽ നിന്നാണ് തുറക്കുന്ന താക്കോലിന് മിഫ്താഹ് എന്ന പേർ വന്നത്. ഖുർആനിലെ തുറക്കുന്ന അഥവാ തുടങ്ങുന്ന 1-ാമത്തെ അധ്യായത്തിൻ്റെ പേരായ ഫാത്തിഹയാണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. സകലതിൻ്റെയും മാർഗങ്ങൾ തുറന്നു കൊടുക്കുന്നവൻ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ്റെ കാരുണ്യം അവൻ തുറന്നു കൊടുക്കുകയും അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സഹായം അള്ളാഹു നൽകുകയും തുറന്നു നൽകുകയും ചെയ്യുന്നു.
അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിറിലെ 2-ാമത്തെ വചനത്തിൽ പറയുന്നത് മാ യഫ്തഹില്ലാഹു ലിന്നാസി മിൻ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ. അള്ളാഹു മനുഷ്യർക്ക് വല്ല കാരുണ്യവും തുറക്കുന്ന പക്ഷം അത് പിടിച്ചു വെക്കുന്നവരാരുമില്ല. വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബാദിഹി. അള്ളാഹു മനുഷ്യർക്ക് വല്ല കാരുണ്യവും പിടിച്ചു വെക്കുന്ന പക്ഷം അത് തുറന്നു കൊടുക്കുന്നവനും ആരുമില്ല. വഹുവൽ അസീസുൽ ഹക്കീം. അവനത്തെ പ്രതാപശാലിയും യുക്തിമാനും. പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സമയത്ത് എന്തെങ്കിലും മാർഗങ്ങൾ തുറന്നു നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. മനുഷ്യ ഹൃദയങ്ങൾക്ക് ഹിദായത്തിലേക്ക് സത്യമാർഗം വഴി തുറക്കുന്നവനും അവർക്ക് റിസ്കിൻ്റെ മാർഗം തുറന്നു കൊടുക്കുന്നവനുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് നമ്മുടെ ഹിദായത്തിൻ്റെ മാർഗങ്ങളും റിസ്കിൻ്റെ മാർഗങ്ങളും വിജയത്തിൻ്റെ മാർഗങ്ങളും കാരുണ്യവുമെല്ലാം നമുക്ക് തുറന്നു കിട്ടുവാൻ വേണ്ടി ഫത്താഹായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം ചോദിക്കുക. അള്ളാഹുവിൻ്റെ ഈ നാമത്തെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.